നമസ്കാരം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭരണസമിതി അംഗങ്ങളും അതായത് ദേവസ്വം ബോർഡുകാരും തന്ത്രിയും ഉൾപ്പെടെ അവിടെ കാണിച്ചു കൂട്ടിയത് നമ്മൾ 2 ദിവസത്തിന് മുമ്പ് ചർച്ച നടത്തിയതാണ്. അതായത് ഒന്ന് ഉദയാസ്മന പൂജയൊക്കെ തടസ്സപ്പെടുത്തണമെന്ന്. അതായത് ഏറ്റവും പ്രസിദ്ധമായ ഗുരുവായൂരിലെ ഏറ്റവും പ്രസിദ്ധമായ ആ, ഒരു ചടങ്ങാണ് ഗുരുവായൂർ ഏകാദശി എന്ന് പറയുന്നത്. ആ ഏകാദശി ദിവസം നടത്തുന്ന ഉദയാസ്മന പൂജയൊക്കെ തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്ത്രിയും അതുപോലെ തന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഭരണസമിതിയും ഒക്കെ കളിച്ചത് അവിടുത്തെ ഭക്തജനങ്ങൾക്ക് വലിയ തോതിൽ ഒരു വിഷമമായതും അവസാനം ഭക്തജനങ്ങൾ തന്നെ വലിയ പ്രതിഷേധമായിട്ട് വരുന്നു. അതിനുശേഷം ഒരിക്കലും ഒരു തന്ത്രി ഒരു ക്ഷേത്രത്തിൽ ഒരു ശ്രീകോവിലിന്റെ അകത്ത് അല്ലെങ്കിൽ ക്ഷേത്ര അങ്കണത്തിൽ ഒരു തന്ത്രി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യവും തന്ത്രി ചെന്നാസ് ദിനേശൻ നമ്പൂതിരി അവിടെ കാണിച്ചു. അതായത് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഏറ്റവും അടുത്തൊരു വ്യക്തി മരിക്കുന്നു. അപ്പോൾ തന്ത്രിക്ക് പുലിയുണ്ടായിരുന്നു. ആ പുലിയൊന്നും തന്നെ വകവയ്ക്കാതെ അദ്ദേഹം നേരെ ക്ഷേത്രത്തിലേക്ക് വരുന്നു. ക്ഷേത്രത്തിലെ ഊട്ടുപുരയിൽ അതായത് അന്നദാനപുരയിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഗുരുവായൂർ ഏകാദശി വ്രതം എടുത്തിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് ഉച്ചയ്ക്ക് ഗോതമ്പ് ചോറും രസവും ഉൾപ്പെടെയുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണം വിഭവസമൃദ്ധമായ സദ്യ കഴിക്കാനായിട്ട് അതായത് അന്നദാന മണ്ഡപത്തിലേക്ക് വന്ന് ഭദ്രദീപം കൊളുത്തുന്ന ഒരു ചടങ്ങ് നിവേദിക്കുന്ന ഒരു ചടങ്ങിലേക്ക് അദ്ദേഹം എത്തി. അത് തന്നെ ഏറ്റവും വലിയ ഒരു അതായത് എല്ലാ ഭക്തജനങ്ങളുടെയും മനസ്സിലേക്ക് ഒരു എല്ലാ ഭക്തജനങ്ങളെയും അതായത് എല്ലാ വിശ്വാസികളെയും ഒരു വ്രണപ്പെടുത്തുന്ന രീതിയിലേക്കായിരുന്നു അന്ന് ഗുരുവായൂർ തന്ത്രി കാണിച്ചു കൂട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് അന്ന് വൈകുന്നേരം തന്നെ എല്ലാവരും ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അതായത് ഗുരുവായൂർ കൃഷ്ണന്റെ മുന്നിലേക്ക് ഗുരുവായൂരപ്പന്റെ മുന്നിൽ വിളക്കും പിന്നെ കിഴിയുമൊക്കെ വെച്ചിട്ട് പ്രായശ്ചിത്തം അവരെ തന്നെ നടത്തിയത്. ഇതിൽ നമുക്കൊരു തെറ്റുമില്ല എന്നുള്ളത്. ഇപ്പോഴും ഗുരുവായൂർ തന്ത്രിയെ മാറ്റണമെന്ന രീതിയിലേക്ക് അവിടെ ഭക്തജനങ്ങൾ കൂടുതൽ രീതിയിൽ പ്രതിഷേധവുമായിട്ട് നടന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഗുരുവായൂരിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ അതായത് ഗുരുവായൂരപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് തുളസിമാല അഥവാ കൃഷ്ണ തുളസി. തുളസി പല രൂപത്തിൽ തുളസികൾ ഉണ്ട്. കൃഷ്ണ തുളസിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഗുരുവായൂർ ദേവസ്വം. തീരുമാനത്തിനെതിരെ ഭക്തജന പ്രതിഷേധം ഇപ്പോൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൃഷ്ണ തുളസി ഭഗവാന് അർപ്പിക്കാനായി കൊണ്ടുവരരുതെന്ന് ഉച്ചാഭീഷണിയിലൂടെ ഇടയ്ക്കിടെ വിളിച്ചു പറയുന്നുണ്ട്. ഭഗവാന് പ്രിയമുള്ളതാണ് കൃഷ്ണ തുളസി എന്നാണ് ഭക്തരുടെ വിശ്വാസവും സങ്കല്പവും. കൃഷ്ണ തുളസിക്ക് വിലക്കേർപ്പെടുത്തിയതിൽ ഗൂഢലക്ഷ്യങ്ങളുള്ളതായും ഭക്തജനങ്ങൾ ആശങ്കപ്പെടുന്നുണ്ട്. ഭക്തജനങ്ങൾ ഒന്നടക്കം പറയുന്നുണ്ട്. എന്തിനാണ് വിലക്കെന്ന് ഭക്തരെ ദേവസ്വം ബോർഡ് ഇതുവരെ അറിയിച്ചിട്ടില്ല. കാരണം ദേവസ്വം ബോർഡിന്റെ ഒരു ഉത്തരവാദിത്തമുണ്ട് ഭക്തരെ അറിയിക്കേണ്ടത്. പല വസ്തുക്കളും കാണിക്കയായി ഭക്തർ വിശ്വാസപൂർവ്വം കണ്ണന്റെ തിരുമുന്നിൽ സമർപ്പിക്കുമ്പോൾ അതൊന്നും തന്നെ ഭഗവാന് പൂജയ്ക്കായി എടുക്കുന്നില്ല എന്നാണ് ഭക്തജനങ്ങൾ പറയുന്നത്. കാരണം ശരി തന്നെയാണ്. നേന്ത്രപ്പഴം, ഓണക്കോടി, പിന്നെ വെളിച്ചെണ്ണ, പച്ചക്കറികൾ, അരി ഉൾപ്പെടെയുള്ള പലവ്യഞ്ജനങ്ങൾ തുടങ്ങിയ എല്ലാ ഭഗവാന് മുന്നിൽ വിശ്വാസപൂർവ്വം ഭക്തർ തിരുമുന്നിൽ കാഴ്ചയായി സമർപ്പിക്കാൻ ഓരോ ദിവസവും കൊണ്ടുവരാറുണ്ട്. എന്നാൽ ഇത്തരം കാണിക്ക വസ്തുക്കൾ ഒന്നും തന്നെ ഭഗവാനെ സമർപ്പിച്ചല്ല ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്യുന്നത്. പഴവർഗ്ഗങ്ങൾ, അവിൽ, പച്ചക്കറി തുടങ്ങിയവയൊന്നും ഭഗവാന് പൂജക്കെടുക്കുന്നില്ല എന്നിരിക്കെ ഇതൊന്നും കൊണ്ടുവരരുതെന്ന് മുന്നറിയിപ്പ് ദേവസ്വം ബോർഡ് നൽകുന്നില്ല. എണ്ണിയാൽ ഒടുങ്ങാത്ത വിധം കദളി കുലകളാണ് ദിവസവും ഭഗവാനെ കാണിക്കയായി ഭക്തർ തിരുമുന്നിൽ സമർപ്പിക്കുന്നത്. ഒരു കുലയും ഭഗവാനെ പൂജയ്ക്കായി ശ്രീകോവിലിനകത്തേക്ക് എത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതേസമയം വിപണിയിൽ നിന്നും വാങ്ങിക്കൊണ്ടുവരുന്ന കൃഷ്ണ തുളസിയിൽ രാസമാലിന്യങ്ങൾ അടങ്ങിയതായി കണ്ട സാഹചര്യത്തിലാണ് ഒഴിവാക്കുന്നതെന്ന് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ വ്യക്തമാക്കി. ഇത് കൈകാര്യം ചെയ്യുന്ന ജീവനക്കാരുടെ കൈ പൊള്ളുന്നതടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. രാസവസ്തുക്കൾ അടങ്ങിയ കൃഷ്ണതുളസി ശ്രീകോവിലിനുള്ളിൽ ഭഗവാന് അർപ്പിക്കാനാവില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഈ ഓരോ ഭക്തരും ഗുരുവായൂരപ്പനെ സമർപ്പിക്കാൻ കൊണ്ടുവരുന്ന പച്ചക്കറികൾ അതുപോലെ തന്നെ മറ്റു പല വചനങ്ങളിലൊക്കെ കീടനാശിനികളുണ്ട്. എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഇത് തടയുന്നില്ല എന്നൊരു ചോദ്യം പ്രസക്തമാണ്. കാരണം ഭക്തജനങ്ങൾ കൊടിമര കൊടിമരത്തിന്റെ ആ ചുവട്ടിൽ ആണ് എല്ലാ പച്ചക്കറികളും അതുപോലെ തന്നെ ഈ പലവ്യഞ്ജനങ്ങളും അതുപോലെ തന്നെ വെളിച്ചെണ്ണകൾ ഉൾപ്പെടെയുള്ളത് അവരുടേതായ ഓരോ ഭക്തരും ഗുരുവായൂരപ്പനെ സമർപ്പിക്കാനായി കൊണ്ടുവരുന്ന ഓരോ കണികൾ കൊണ്ടുവയ്ക്കുന്നത്. പക്ഷെ അതൊന്നും തന്നെ ആ കൊടിമര ചുവട്ടത്തിന്റെ അപ്പുറത്തേക്ക് പോകുന്നില്ല. അത് ആ കൊടിമര ചുവട്ടിൽ നിന്നുകൊണ്ട് തന്നെ ബാക്കി ദേവസ്വം ബോർഡ് രാത്രി ഒരു 7:30-8 മണി സമയമാകുമ്പോഴത്തേക്ക് അവിടെ ഒരു ലേലം വിളിച്ചു കൂട്ടി അത് വിൽക്കുകയാണ് ചെയ്യുന്നത്. കൃഷ്ണ തുളസി കൊണ്ടുവരുമ്പോൾ എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് അത് തടയുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് വിൽപ്പന നടത്താൻ പറ്റില്ല. കാരണം അത് കൊണ്ടുവരുമ്പോൾ തന്നെ ആ
കുറെ സമയം കഴിയുമ്പോൾ തന്നെ അത് വാടിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെയാണ് അത് ഇപ്പോൾ കൊണ്ടുവരേണ്ട അതിനകത്ത് രാസമാലിന്യം ഉണ്ടെന്ന് പറയുന്നത്. ബാക്കിയൊക്കെ നേന്ത്രപ്പഴമായിക്കോട്ടെ, ഓണക്കോടി ആയിക്കോട്ടെ, മുന്തിയ ഇനം വെളിച്ചെണ്ണ, പച്ചക്കറികൾ, അരി, പലവ്യഞ്ജനങ്ങൾ ഇതെല്ലാം തന്നെ ലേലം വിളിച്ച് വിൽപ്പന നടത്തുന്നു ദേവസ്വം ബോർഡിന്. അതിൽ അവരൊരു വരുമാനം കണ്ടെത്തുന്നു. അപ്പോൾ ഈ തുളസിമാലയൊന്നും തന്നെ അവർ വിൽക്കാനുള്ള രീതിയിലേക്ക് കൊണ്ടുപോകുന്നില്ല. അത് എല്ലാം തന്നെ അത് വാടിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ചീത്തായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക്, നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെയാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ ആ കൃഷ്ണ തുളസി ഒന്നും കൊണ്ടുവരേണ്ട എന്നൊരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഗുരുവായൂരപ്പനെ സംബന്ധിച്ച് ആദ്യം ഏറ്റവും പ്രിയങ്കരം ഗുരുവായൂരപ്പന് തുളസിയാണ്. കാരണം തുളസി തന്നെ പല രൂപത്തിൽ തുളസിമാല വിപണിയിൽ തന്നെ കിട്ടും. ഒരുപാട് വർഷം, 10, 20, 60 വർഷം അല്ലെങ്കിൽ 100 വർഷത്തോളം ഈ പൂക്കച്ചവടം നടത്തുന്നവർ പോലും പറയുന്നത് ഒരു കുഴപ്പവുമില്ല, കൃഷ്ണ തുളസി ആയിരുന്നാലും തന്നെ അതുപോലെ തന്നെ മറ്റു തുളസികൾക്കും അവർക്ക് ആർക്കും തന്നെ ഒരു അലർജിയും ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചില ജീവനക്കാർക്ക് മാത്രമാണ് ഒരു അലർജി വരുന്നത് എന്ന് അഡ്മിനിസ്ട്രേറ്റർ പറയുന്നത് സംശയത്തോടു കൂടി തന്നെ അത് നോക്കി കാണേണ്ടത് തന്നെയാണ്.